അപ്പോൾ ഇതാണ് കോട്ടയം ലുലു മാളിൻ്റെ ഉള്ളിലെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സെക്ഷൻ. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് വലിയ. ഇതാണ് ഇവിടുത്തെ കിഡ്സ് സെഷൻ. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നുണ്ട്. ഹലോ വലി, നമ്മളെങ്ങോട്ടാണ്? കോട്ടയം KSRTC അമ്മേനെ അച്ഛൻ അമ്മൂനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവരിന്ന് എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. ഇവിടെ ചങ്ങനാശ്ശേരി അടുത്തുള്ള സ്ഥലമാണ് തെങ്ങണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് വലിയൊരു വീടുള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോൾ അവർ KSRTCക്കാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് പിക്ക് ചെയ്യണം. യെസ്, പിക്ക് ചെയ്തിട്ട് കട്ടപ്പന റൂട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ചങ്ങനാശ്ശേരിക്കുള്ള വഴിക്കാണ്. ചങ്ങനാശ്ശേരി കൂടി നമ്മൾ കോട്ടയം പോകാന്ന് വെച്ചിരിക്കുന്നത്. കോട്ടയം പോകുന്നത് ചങ്ങന കഴിഞ്ഞു. ഇടുക്കി ചങ്ങനാശ്ശേരി റൂട്ടാണ് ഇത്. ഇപ്പോൾ കട്ടപ്പന ബസ് എന്ന് പറഞ്ഞാൽ പോയത്. അത് ശരി, ഓക്കെ. കട്ടപ്പനയ്ക്ക് നേരെ ഓപ്പോസിറ്റ് പോവല്ലേ? അപ്പോൾ ഞങ്ങൾ കോട്ടയം ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ കോട്ടയം ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ബാഗ്, കുറച്ച് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാഗ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തെങ്കിലും ട്രാവൽ ബാഗ്, പിന്നെ വേസ്റ്റ് ബാഗ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ സ്ഥിരം കയറി നോക്കുന്നുണ്ട് ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൈയോടെ എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞാനിതുവരെ കയറിയിട്ടില്ല, ഒരിക്കൽ കയറിയിട്ടുണ്ട്. അപ്പോൾ തുടക്കമായിരുന്നു അല്ലേ, ആ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലി ചേഞ്ച് ആയിട്ടുണ്ടാവാം. അപ്പോൾ നോക്കാം, നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ കോട്ടയം ചങ്ങനാശ്ശേരി ബൈപ്പാസ് റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ചങ്ങനാശ്ശേരി കയറാതെ ചങ്ങനാശ്ശേരി ടൗൺ കയറാതെ കോട്ടയം എത്താനുള്ള വഴിയാണല്ലേ. നല്ല ഓപ്പൺ റോഡാണ്. അതുപോലെ ഒരു മഴയൊന്നുമില്ല ഇന്ന് നല്ല വെയിലാണ്. അതേസമയം ഞങ്ങൾ ഇന്നലെ വന്നപ്പോ അമ്മോ കേട്ടായി. അപ്പൊ ഇവിടുന്ന് റൈറ്റ് എടുക്കണം നമുക്ക്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്താ ലെഫ്റ്റ് ചങ്ങനാശ്ശേരി, പിന്നെ റൈറ്റ് കോട്ടയം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇനി ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ട്? ഒരു 10 കിലോമീറ്റർ ഇല്ലേ? ഇല്ല. ശരി, ഓക്കെ. അപ്പൊ ലുലുവിലേക്ക് എന്തോരം ദൂരം ഉണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് വ്യത്യാസമുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അവരെ ആദ്യം തന്നെ പിക്ക് ചെയ്തിട്ട് അവരെ കൊണ്ട് ലുലു പോവല്ലേ? ഓക്കെ, അപ്പോൾ അവർക്കും കാണാം. ഓക്കെ, ഇവിടെ ഏതോ ഒരു ഫേമസ് കോളേജ്, അപ്പുറം റോഡായിരുന്നു നമ്മളെ SN കോളേജ്, SP കോളേജ്. ഓക്കെ ഓക്കെ ഓക്കെ, ചങ്ങനാശ്ശേരി ആ വഴി പോകണമായിരുന്നു അല്ലേ? കുറിച്ചി. അപ്പൊ നമ്മൾ കുറിച്ചിയിലെത്തിയല്ലേ? അപ്പൊ ഞങ്ങള് കോട്ടയം KSRTC എത്താറായിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് അച്ഛനമ്മേനും പിക്ക് ചെയ്യുക, നേരെ ലുലുവിലേക്ക് പോവുക. ജസ്റ്റ് 4 കിലോമീറ്റേഴ്സ് ഉള്ളു ഇവിടുന്ന്. അപ്പൊ എന്നിട്ട് അവിടെ പിക്ക് ചെയ്തിട്ട് നേരെ ലുലുവിലേക്ക് പോവുക. നാട്ടകം പോളിടെക്നിക് എവിടെ? ലെഫ്റ്റ് സൈഡിലാ, റൈറ്റ് സൈഡിലാ? നാട്ടകം പോളിടെക്നിക് കോളേജ്. ആ കോളേജ് അടുത്താണോ? കോളേജ് ഇതാ. ശരി. ഓക്കെ ഓക്കെ. മനസ്സിലായി. ഓക്കെ, അതാണ് ഇപ്പൊ നാട്ടകം കോളേജ്. ഇത് വലിയ സ്പേസ് ആണ്. ഇതൊക്കെ അതിന്റെ ആണല്ലോ. ശരി. ഓക്കെ. വിഷ്ണല്ല,
കറക്റ്റ് ആട്ടോ 3 കിലോമീറ്റർ. അപ്പൊ ഇതാണ് ലുലു. അപ്പൊ ഞങ്ങള് ലുലുവിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് കോട്ടയം KSRTCയിലേക്ക് പോകുന്നത്. KSRTCന്ന് 3 കിലോമീറ്റർ ഉള്ളൂ കറക്റ്റ്. ശരി. അപ്പൊ വലിയ കിലോമീറ്റർ പറഞ്ഞ് കറക്റ്റ് ആണെന്ന് പറയുന്ന ആളാണ്. സാധാരണ പുള്ളിക്കാരത്തി പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു 90% ഒക്കെ എടുത്ത് തെറ്റ് വരാറുണ്ട്. അപ്പൊ ഇത്തവണ എങ്ങനെയോ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വലിയ അതുപോലെ ഇതെന്താ വലിയ ഈ മഞ്ഞ വര എന്താ റോട്ടില്? വെള്ളപ്പെയിന്റ് തീർന്നോണ്ടാണ് മഞ്ഞ വര. ഓക്കെ. അപ്പൊ വെയിറ്റ് ആണ്. ഇതെന്താ സംഭവം അറിയോ? ഞാൻ എങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇതെന്താ സംഭവം അറിയാല്ലേ? ഇത് പാടില്ല. ഓക്കെ. അപ്പൊ കിലോമീറ്റർ പറഞ്ഞത് ശരിയായതുകൊണ്ട് ആദ്യമായിട്ട് കിലോമീറ്റർ പറഞ്ഞത് ശരിയായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ശരി. ഓക്കെ. 1 കിലോമീറ്റർ എത്തി. അമ്മ വഴിയിലോട്ട് ഇറങ്ങി നിന്നോ? വരുവാ. ആണോ? അമ്മ അവിടെ കാണോ? അമ്മോ. അപ്പൊ ഞങ്ങള് കോട്ടയം എത്തി. കോട്ടയം KSRTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ തിരക്കൊന്നും ഇല്ല. എന്താ സൺഡേ ആയതുകൊണ്ടായിരിക്കും. ആണോ? സൺഡേ ആയതുകൊണ്ടായിരിക്കും. നമ്മള് മറ്റേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വരുമ്പോ ഇവിടെ ഭയങ്കര തിരക്ക് ഒച്ചപ്പാടൊക്കെയാണല്ലോ. പക്ഷെ ഇന്നിപ്പോ സ്മൂത്ത് ആയിട്ട് കൊണ്ട് ഒരു ശല്യം ഇല്ല, ഒന്നുമില്ല. അതേമാതിരി എല്ലാ കടയും അടഞ്ഞു കിടക്കണം കേട്ടോ, അല്ലേ? കടകളൊക്കെ അടഞ്ഞു കിടക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ കടയും തന്നെ അടഞ്ഞു കിടക്കാണല്ലേ. ഒന്നും വർക്ക് ചെയ്യണില്ല. അപ്പൊ ഞങ്ങള് എത്തിയിട്ടുണ്ട്. ഇതാണ് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡ്. അപ്പൊ വിളിച്ചു നോക്കി. എവിടാ കണ്ടില്ല? വണ്ടിയില്ലേ എന്നെ കണ്ടോ? നേരം വണ്ടി ഇവിടെ നിർത്താൻ പറ്റുമോ? വണ്ടി നിർത്താൻ പറ്റില്ല. അമ്മു കാണാൻ പറ്റില്ല. റോഡിലേക്ക് ഇറങ്ങിക്ക്. ഓട്ടോ സ്റ്റാൻഡാണ്. നമുക്ക് ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ച് കയറ്റി ഇടാം അല്ലേ? റോഡിൽ കയറ്റി. അമ്മ ഡോറൊക്കെ അറിയില്ലല്ലേ? ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. അമ്മു എന്താ മറ്റേ സാധനം വെച്ചേക്കണത്? മാസ്ക് വെച്ചേക്കണെന്താ? എന്താ മാസ്ക്? വെച്ചിട്ട് പുറത്തിറങ്ങാൻ അത്രയും ഇതൊക്കെയുള്ള ആളാ. ഉച്ചഞ്ഞ് വിചാരിക്കും. ഇവിടെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ഞങ്ങൾ വരുമ്പോ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ മഴ തോർന്നിട്ടില്ല. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അമ്മ ഒന്നാറ് കൊണ്ട് മഴ. അമ്മു ഇന്നലെ കാറ്റുമായിരുന്നു, ഭയങ്കര കാറ്റ്. അമ്മു ഭയങ്കര കാറ്റായിരുന്നു. അമ്മു എന്റെ നിറഞ്ഞ് മഴ വന്നിട്ടില്ല. ശരിയാണ്, അമ്മുവിന്റെ ഐശ്വര്യം കാരണം മഴയില്ല. അമ്മുവില്ല. അവിടെ ലെഫ്റ്റ് സൈഡിലല്ലേ അമ്മു? പുറത്ത് വണ്ടി പുറത്തിടണമെന്നല്ലോ. പക്ഷെ അല്ല, കോമ്പൗണ്ടിൽ തന്നെ പുറത്തിടണമെന്ന്. അമ്മയിലെ പോയായിരുന്നോ? തിരുവനന്തപുരം. ശരി ശരിയാ. തിരുവല്ലറോഡ്. അപ്പൊ ഇതാണ് കോട്ടയം ലുലുമാൾ. അപ്പൊ ഇവിടെ ചാർജ് ഉണ്ടാവില്ലേ? പാർക്കിംഗ് ചാർജ് ഇല്ലായിരുന്നു അല്ലേ? ശരി. അതിന്റെ താഴെ ഇപ്പൊ ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ടോ? ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ബേസ്മെന്റ് പാർക്കിംഗ് അത് വാലി പാർക്കിംഗ് ആണ്. ബേസ്മെന്റ് പാർക്കിംഗ് അവര് പറഞ്ഞു തരുമായിരിക്കും എങ്ങോട്ടാ പോണ്ടെന്നുള്ളത്. നോക്കാം.
ഇവിടെ ഇറക്കാലോ. ഇവിടെ എടുത്തില്ലേ? ബാക്കിയുള്ളല്ലോ. ആ ഇവിടെ ആണെ ഇറക്കാലോ. ഇതിന്റെ ഫ്രണ്ടില് ആളിറക്കിയിട്ട് ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് കോട്ടയം ലുലുവിൻ്റെ ഇപ്പോൾ കാർ പാർക്കിങ്. ഒരു കണക്കിന് കൊച്ചിനേക്കാളും ബെറ്ററാണ്. കാരണം സിമ്പിളായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം. വണ്ടി എടുത്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ കുറേ എൻട്രി പോയിന്റിൽ തന്നെ കുറേ ബുക്കൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ്. എവിടെ? ഇവിടെ ഫോക്സ് കട്ടിങ്ങിന്റെ എടുക്കാണ്ട് വേഗം വണ്ടിയിൽ നിന്നും കഴിക്കാൻ. അപ്പോൾ ഇതാണ് കോട്ടയം ലുലു മാളിൻ്റെ ഉള്ളിലെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സെക്ഷൻ. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസൊക്കെ നല്ല റീസണബിൾ ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടും. മേ ബി ഈവൻ ബെറ്റർ പ്രൈസിൽ കിട്ടാൻ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഓഫേഴ്സുള്ള ഏരിയാസ് എല്ലാം ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആണെല്ലാം. പിന്നെ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസും പിന്നെ അതുപോലെ പലചരക്ക് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ വരുമ്പോൾ സ്വീറ്റ്സ് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവരുടെ ഹൈപ്പർ മാർക്കറ്റ്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? ഇത് മഷ്റൂം സാലഡ് ഉണ്ട്. സാലഡ് ഐറ്റംസ് സ്വീറ്റ് കോൺ ഉണ്ട്, സാലഡ് ഉണ്ട്, മഷ്റൂം സാലഡ് ഉണ്ട്. ഓക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് മറ്റേ അതെന്തത്? എനിക്ക് തോന്നുന്നു മാംഗോ സാലഡ് ഹോട്ട് ആൻഡ് സ്പൈസി അല്ല. പോയാലോ? പുതിയതായതുകൊണ്ട് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള സൺഡേ ആണെങ്കിലും ഭയങ്കര തിരക്കുറവാണ്. തിരക്കുറവാണ്. പക്ഷെ ഞാൻ പറയട്ടെ, പക്ഷെ പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് കുറച്ചുകൂടി മറ്റേ നല്ല ഭംഗിയിലാണല്ലേ ചെയ്തിട്ടുള്ളത് അല്ലേ? നല്ല ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം സാധനങ്ങളാണ്. നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ജസ്റ്റ് മാള് മൊത്തം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ KFC ഉണ്ട്, പിന്നെ മക്ഡൊണാൾഡ്സ് അവിടെ കണ്ടു. അപ്പോൾ ഇതാണ് മോളിലത്തെ ഫ്ലോറ്. ഇവിടെ റൈറ്റ് സൈഡിൽ ലുലു ഫാഷൻസ് ആണ്.
പിന്നെ താഴെ മെയിൻലി ഹൈപ്പർ മാർക്കറ്റും പിന്നെ കുറച്ച് സ്റ്റോഴ്സും ആണ്. വലിയ ഇത് എവിടെയാ വലിയ? കോട്ടയം ലുലു. അല്ല ഇത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത് ലുലു ഫാഷൻ. നല്ല കളക്ഷനൊക്കെ ഉണ്ടല്ലേ. കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്തി ഇതിനകത്ത് മറ്റേ ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ഇതുണ്ടല്ലേ. വലിയ മറ്റേ ഇല്ല. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇതാണ് ഇവിടുത്തെ കിഡ്സ് സെഷൻ. ലിഫ്റ്റിലമ്മോ അപ്പോൾ ലുലുവിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങാണ്. ഷൂട്ട് ചെയ്യാനായിട്ട് ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് അവര് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മാർക്കറ്റിംഗ് ടീം പെട്ടെന്ന് തന്നെ സെറ്റാക്കി തന്നു. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം അകത്ത് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റും പിന്നെ ഫാഷൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റോറുകളൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റി. അവിടെ ഷൂട്ട് ചെയ്യാനും സമ്മതിച്ചു. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എവിടെയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലേ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. മഴയൊന്നുമില്ല, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ചങ്ങനാശ്ശേരി കയറാതല്ലേ ഇപ്പോൾ വന്ന വഴിക്കന്നെ. മതി അങ്ങനെ പോവാം. അങ്ങോട്ട് പോകാം. ഇപ്പോൾ എവിടെ എത്തിയോ? ചിത്താനോ? ചിങ്ങവനം. ഈ അമ്മു ചിത്താനെന്ന് പറഞ്ഞു. ഈ അമ്മൂനൊന്നും അറിയില്ല. അമ്മു ചിത്താനെന്ന് പറഞ്ഞു. അമ്മു ചിത്താനല്ല, ചിങ്ങവനം. ചങ്ങനാശ്ശേരി റെക്കോർഡ് ചെയ്യണേ. ഇതാണ് എനിക്ക് കണ്ടുപിടിക്കില്ലെന്നോ? ഓക്കെ, ഇവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ട് വീട്ടിലേക്ക്? ഇപ്പൊ എവിടെയാ വല്ലേ നമ്മള്? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ലുലുന്ന് വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ്. വീട്ടുകാരെയൊക്കെ കൊണ്ടുവിട്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ പോണ വഴിക്ക് ഉള്ള സ്ഥലമാണ് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയ സ്ഥലമാണ്. ആളുകൾക്ക് വൈകിട്ട് വന്ന് കുറച്ച് നേരം ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല
ഭംഗിയുള്ളൊരു വാക്ക് വേ ആണ് ഈ 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് പാടവും പിന്നെ അങ്ങനെ കുറച്ച് തെങ്ങും പാടമൊക്കെയാണ് ഉള്ളത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കും. ചായക്കട സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ചായക്കട പിന്നെ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലമാണ്. ഒരു കുറച്ച് നേരമൊക്കെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ലുലു മോൾ എല്ലാവരും ഒന്ന് കാണിക്കുക, പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള പർപ്പസായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.